പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകത്ത് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കളിച്ചു നേടുന്ന സമ്പാദ്യത്തിൽ ബില്യണർ പദവിയിലെത്തുന്ന ആദ്യ ഫുട്ബോൾ താരമായി അദ്ദേഹം മാറി. എങ്ങനെയായിരിക്കാം ക്രിസ്ത്യാനോ ഈ നേട്ടം കൈവരിച്ചത്? സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നാസറുമായി ഈ വർഷം ആദ്യം ഒപ്പിട്ട പുതിയ കരാറാണ് ഈ നേട്ടത്തിൽ നിർണായകമായത്. ബ്ലൂംബെർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ പ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആകെ ആസ്തി $1.4 ബില്യൺ ഉയർന്നിരിക്കുകയാണ്. സൗദി പ്രോ ലീഗിലെ അൽ നാസറിൽ ചേർന്നതോടെയാണ് റൊണാൾഡോയുടെ ആസ്തി കുതിച്ചുയർന്നത്. 2025 2 വർഷത്തെ കരാറാണ് റൊണാൾഡോ അൽ നാസറുമായി ഒപ്പിട്ടിട്ടുള്ളത്. ഈ കരാറിന് ഏകദേശം $400 മില്യൺ മൂല്യമുണ്ട്. 2023 സൗദിയിലെത്തിയതു മുതൽ പ്രതിവർഷം $200 മില്യൺ റൊണാൾഡോയ്ക്ക് ലഭിക്കുന്ന വാർഷിക ശമ്പളം. അൽ നാസറിലെ ടോപ്പ് സ്കോറർ കൂടിയായ ക്രിസ്ത്യാനോ മുമ്പ് റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യുവന്റസ് തുടങ്ങിയ ലോകോത്തര ക്ലബ്ബുകൾക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുണ്ട്. കളിക്കളത്തിലെ വരുമാനത്തിന് പുറമെ ബ്രാൻഡ് ഡീലുകളിലൂടെയും നിക്ഷേപങ്ങളിലൂടെയുമുള്ള റൊണാൾഡോയുടെ വരുമാനവും അദ്ദേഹത്തെ ബില്യണർ ക്ലബ്ബിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. നൈക്കിയുമായി അദ്ദേഹത്തിന് $18 മില്യൺ ദീർഘകാല കരാറുണ്ട്. കൂടാതെ അർമാനി, കാസ്ട്രോൾ തുടങ്ങിയ പ്രമുഖ കമ്പനികളുമായുള്ള കരാറുകളിലൂടെ മാത്രം $175 മില്യൺ താരം നേടുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുമുണ്ട്. ശതകോടീശന്മാരുടെ പട്ടികയിൽ ഇടം നേടുന്ന 3ാമത്തെ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ബാസ്കറ്റ്ബോൾ ഇതിഹാസം മൈക്കൽ ജോർദാൻ, ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച പ്രമുഖ കായിക താരങ്ങൾ.